പാലക്കാട് മണ്ണാർക്കാട് വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവുനായ്ക്കൾ. മദ്രസ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് സംഭവം. തലനാരിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. ഐഷത്തുൽ ഷംന വാർത്തയുടെ വിവരങ്ങൾ. ഷംന, ഈ പറയുന്ന തെരുവുകളൊക്കെ വാഴുന്ന ഈ തെരുവ് പട്ടികൾ കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കാൻ നോക്കുന്നത്, ഓടിച്ചിട്ട് കടിക്കുന്നത്, കുട്ടികളുടെ കരച്ചിൽ, കുട്ടികളുടെ ഒരുപക്ഷെ അവരുടെ ഓർമ്മ നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്കത് ഉണ്ടാക്കുന്ന വലിയ വേദന, ട്രോമ, ഇതൊന്നും പുതിയ കാര്യമല്ല. നമ്മൾ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും വേണം ഈ ദൃശ്യങ്ങൾ, ഈ സങ്കട ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടി ഷംന. അതാണ് ഹാഷ്മി. എന്തായാലും കഴിഞ്ഞ ദിവസം രാവിലെയാണ് കുട്ടി മദ്രസ വിട്ട് വരുമ്പോഴായിരുന്നു ഈ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. ഹെൽമെറ്റ് വെച്ചൊരു ചേട്ടൻ ഇറങ്ങി വന്ന് ആ പട്ടിയെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ എന്തും സംഭവിക്കാവുന്ന കാര്യം. മൂന്നാല് പട്ടികളാണ് ഒരു കുട്ടിയെ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിച്ചത്. കുട്ടി ഓടുന്നുണ്ട്, പ്രാണനം കൈ പിടിച്ച് ഓടുന്നുണ്ട്, കരയുന്നുണ്ട്, കരഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. ഇത് ആദ്യത്തെ ദൃശ്യമൊന്നുമല്ല. ഒരുപാട് കുഞ്ഞുങ്ങളെ പട്ടി ഓടിച്ചിട്ട് കടിക്കുന്നുണ്ട്. കടിയേറ്റ കുട്ടികൾക്ക് പരമാവധി സംഭവിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി സംഭവിച്ച പല വിവരങ്ങൾ പല വാർത്തകളെ പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങൾ ആദ്യമായി കാണുന്നതല്ല. അതുകൊണ്ട് അത് ആദ്യമായി കാണുന്ന പോലെ ഞെട്ടൽ ഉണ്ടാക്കുന്നുമില്ല. കേരളത്തിൽ ഇതിപ്പോൾ പതിവ് സംഭവമാണ്. ഈ കുട്ടികളെ പട്ടികൾ ഓടിച്ചിട്ട് കടിക്കാൻ നോക്കുന്നതും കുട്ടികളുടെ നിസ്സഹായമായ കരച്ചിലും. അതിന്റെ ഒരു ദൃശ്യം കൂടി പാലക്കാട് നിന്ന് വന്നു എന്നേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.